പ്രവർത്തന പാന്താവിൽ 75 വർഷം പിന്നിട്ട് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതി 1949 കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ വെച്ചാണ് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പിറവികൊണ്ടത്. മലയാള സാഹിത്യത്തിൽ തട്ടകപ്പെരുമയിലൂടെ അവിസ്മരണീയനായ കോവിലനും സ്വാതന്ത്ര്യസമരസേനാനിയും INA ഭടനുമായിരുന്ന PK മണത്തിലും ഡോക്ടർ രാഘവൻ വേട്ടത്തും VU ശങ്കരൻകുട്ടി മാസ്റ്ററും KK കേശവനും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നാട്ടിലെ പലരിൽ നിന്നായി ശേഖരിച്ച പുസ്തകങ്ങളും ഒരു മരത്തിന്റെ അലമാരയുമായിരുന്നു വായനശാലയുടെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സാഹിത്യ സമാജ പ്രവർത്തനമായിരുന്നു ആദ്യകാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. പിന്നീട് വായനശാല വിപുലപ്പെടുകയായിരുന്നു. 1950കളിൽ കണ്ടാണശ്ശേരിയിലെ പുത്തൻകുളത്തിനടുത്തുള്ള വാടകമുറിയിലേക്ക് വായനശാല മാറ്റിസ്ഥാപിക്കപ്പെട്ടു. 20 വർഷം വായനശാലയുടെ പ്രവർത്തനം അവിടെ തുടർന്നു. 1952 വായനശാലയുടെ ഭാഗമായി കലാസമിതിയും നിലവിൽ വന്നു. ചൊവ്വലൂർ കൃഷ്ണൻകുട്ടി, ചലച്ചിത്ര സംവിധായകൻ പവിത്രൻ തുടങ്ങി പലരും അതിന്റെ സംഘാടകരായിരുന്നു. ആ കാലത്തുതന്നെ ജില്ലയിൽ അറിയപ്പെടുന്ന നാടകസംഘവും കലാസമിതിക്ക് കീഴിലുണ്ടായിരുന്നു. നടി ഫിലോമിനയടക്കം കലാസമിതിയുടെ നാടകത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. 1970ലാണ് വായനശാല ഇന്നു കാണുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. ഒറ്റപ്പാലം MP ആയിരുന്ന S അജയകുമാറിന്റെ MP ഫണ്ടും നാട്ടുകാരുടെ സഹായവും കൊണ്ട് 2000 പുതിയ കെട്ടിടം നിലവിൽ വന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. റഫറൻസ് ഗ്രന്ഥങ്ങളടക്കം 17,000 പുസ്തകങ്ങൾ നിലവിൽ വായനശാലയിലുണ്ട്. തലപ്പിള്ളി താലൂക്കിന്റെ റഫറൻസ് ലൈബ്രറിയായും ദീർഘകാലം വായനശാല പ്രവർത്തിച്ചിരുന്നു. വായനശാലയുടെ ഭാഗമായി വയോജനവേദി, ബാലവേദി, വനിതാവേദി, യുവത എന്നിവയുടെ പ്രവർത്തനവും കാര്യക്ഷമമായി നടന്നുവരുന്നു. 75ാം വാർഷികാഘോഷത്തിന്റെ സമാപന ചടങ്ങിന് സെപ്റ്റംബർ 18 രാവിലെ 10 മണി മുതൽ തുടക്കമാകും. വായനശാല കലാസമിതിയുടെ നേതൃത്വനിരയിൽ പ്രവർത്തിച്ചിരുന്ന KK കേശവേട്ടൻ, MA രാമകൃഷ്ണേട്ടൻ, TA വാമനേട്ടൻ എന്നിവരുടെ നാമധേയത്തിലുള്ള നഗറിൽ ചേരുന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, നാടകം എന്നീ പരിപാടികൾ നടക്കും. ചലച്ചിത്രതാരം ഇർഷാദ് അലി, ജ്യോതി ലാബോറട്ടറി സ്ഥാപകൻ MP രാമചന്ദ്രൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TK വാസു, ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് തുടങ്ങിയവർ വിവിധ പരിപാടികളിലായി സംബന്ധിക്കും. സമാപന ചടങ്ങിന്റെ ഭാഗമായി സുനിൽ ചൂണ്ടൽ സംവിധാനം നിർവഹിച്ച പുറപ്പാട് എന്ന ലഘുനാടകവും 7:30 KPSCയുടെ മുടിയനായ പുത്രൻ എന്ന നാടകവും അരങ്ങേറും. CCTV ന്യൂസ്, കേച്ചേരി.